മഹാന്മാരായ സ്വഹാബത്ത് അവർ സ്വീകരിച്ചു പോന്നതായ സുന്നത്താണ് യഥാർത്ഥത്തില് അള്ളാഹുവിന്റെ അഹ്ലുകാരായ മഹാന്മാരെ സന്ദർശിക്കുക, അവരെ സിയാറത്ത് ചെയ്യുക എന്നുള്ളത്. ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ വർഷവും അസ്ഹാബുൽ ബദർ, ബദരീങ്ങൾ മറവ് ചെയ്യപ്പെട്ടതായ ആ സ്ഥലത്ത് പോയിക്കൊണ്ട് അവിടെ അവരെ സിയാറത്ത് ചെയ്യുക എന്നുള്ളത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവായിരുന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞ് വിസാലായതിനു ശേഷം അവരുടെ സ്ഥാനത്ത് വന്ന ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരും എന്റെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്, സുന്നത്താണ് അസ്ഹാബുൽ ബദറിനെ സിയാറത്ത് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോവുകയും അവർക്ക് സലാം ചൊല്ലുകയും അവരെ സിയാറത്ത് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തു പോന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനികളെ, നാം ആലോചിക്കണം, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ മഹാന്മാരായ സ്വഹാബത്തിനെ അസ്ഹാബുൽ ബദറിനെ ഒന്ന് സന്ദർശിക്കണമെങ്കിൽ, അവരെ സിയാറത്ത് ചെയ്യണമെങ്കിൽ മദീന ശരീഫിൽ നിന്ന് ഭവനത്തിൽ നിന്ന് ബദർ വരെ നടന്നുപോയി അല്ലെങ്കിൽ യാത്ര ചെയ്തുകൊണ്ട് അവരെ സന്ദർശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അള്ളാഹുവിന്റെ ഫضل കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു തആല നൽകിയതായ മഹത്വം അനുസരിച്ച് അഥവാ അവർ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർ വിളിച്ചാൽ അവരുടെ മുമ്പിൽ ആ സമയത്തും അസ്ഹാബുൽ ബദർ ഹാജരാകാൻ മതിയായതായ ഉന്നതമായ മഹത്വവും സ്ഥാനവും മാത്രമല്ല, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അതേ ചര്യ അനുസരിച്ചുകൊണ്ട് ഈ അസ്ഹാബുൽ ബദറിനെ സിയാറത്ത് ചെയ്യുമായിരുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട ഉസ്മാൻ ഗനി റളിയല്ലാഹു അൻഹു അവരും അവരുടെ ജീവിതകാലം മുഴുവനും ഇതുപോലെ തന്നെ ഈ അസ്ഹാബുൽ ബദറിനെ അവർ സിയാറത്ത് ചെയ്യുക എന്നുള്ളത് പതിവായിരുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണെന്ന നിലക്ക് അവർ നിർവഹിക്കുമായിരുന്നു. നാം മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മഹാന്മാരായ ഈ അള്ളാഹുവിന്റെ ഔലിയാക്കളെ ഈ സ്വഹാബത്തിനെ അവരെ സിയാറത്ത് ചെയ്യുമ്പോൾ അവർക്ക് സലാം ചൊല്ലുന്നു, സിയാറത്ത് ചെയ്യുന്നു എന്ന് മാത്രമല്ല അവരോട് സംസാരിക്കുക കൂടി ചെയ്യുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ശറഹു സുദൂർ എന്ന അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു അവരെ സിയാറത്ത് ചെയ്യുന്ന സമയത്ത് അവരോട് സംസാരിക്കുമായിരുന്നു എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി കൂടി എനിക്ക് കേൾക്കാൻ സാധിക്കുമെന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ബഹുമാനപ്പെട്ടവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ നിലയിൽ അള്ളാഹുവിന്റെ അഹ്ലുകാരായ മഹാന്മാർ അവരുടെ ഹദറത്തിൽ പോവുക, അവരെ സിയാറത്ത് ചെയ്യുക എന്നുള്ളത് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്, സ്വഹാബത്തിന്റെ സുന്നത്താണ്, താബിഈങ്ങളുടെ സുന്നത്താണ്, അയിമ്മത്തിന്റെ സുന്നത്താണ്, സുഹഹാക്കൾ സ്വീകരിച്ചു പോന്ന അവരുടെ പതിവാണ്, നമ്മുടെ മശായിഖന്മാർ ഇതുവരെയുള്ളവരൊക്കെ ചെയ്തു പോന്ന സുന്നത്താണ്. നമ്മൾ ഇന്ന് അള്ളാഹുവിന്റെ അഹ്ലുകാരായ ഈ മഹാന്മാരെ സന്ദർശിക്കുന്നുവെങ്കിൽ, അവരെ സിയാറത്ത് ചെയ്യുന്നുവെങ്കിൽ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്ത് മുതൽ നമ്മുടെ മശായിഖന്മാർ വരെയുള്ള ഈ മഹാന്മാരൊക്കെ ചെയ്തു പോകുന്ന സുന്നത്തി എന്ന അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ ഇത് ചെയ്തു പോരുന്നത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സിയാറത്ത് ചെയ്യുമ്പോൾ അവരുടെ ഫൈലാൻ കരസ്ഥമാക്കുക എന്നുള്ള നമ്മളെ പോലത്തെവർക്കാണ് ഈ ഔലിയാക്കളിൽ നിന്ന് ഫൈലാൻ കരസ്ഥമാക്കാനുള്ളത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഫൈല് കൊണ്ട് ആ ഉറങ്ങിക്കിടക്കുന്ന ആ ഖബറുകളിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ മഹാന്മാർക്ക് ഫൈല് നൽകുക എന്ന ഉദ്ദേശത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സിയാറത്ത് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് നാം അവരെ സിയാറത്ത് ചെയ്യുന്നു, ഈ മഹാന്മാരെ സിയാറത്ത് ചെയ്യുന്നത് നമ്മൾക്ക് അവരിൽ നിന്ന് പലതും നേടാനുണ്ട്, അവരുടെ ഫൈല് കൊണ്ട് അനുഗ്രഹീതരാകാനുണ്ട്. ആ ഫൈല് കൊണ്ട് അനുഗ്രഹീതരാകാനാണ് ഇന്ന് നാം ഒക്കെ അവരുടെ സദസ്സിൽ എത്തിച്ചേർന്നിട്ടുള്ളത്.